ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും കൂടി ഓടി കത്തിച്ചതേ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഈ സമയത്ത് നമ്മുടെ അജയൻ അവിടെ ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഈ ജലജയും അതുപോലെ തന്നെ ജാനകിയുമായിട്ട്. അപ്പോൾ അനാമിക എന്ന് പറയുന്നവരുടെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനോ വകവയ്ക്കാനോ തയ്യാറാകാതെ അവളുമാർ അഹങ്കരിച്ച് അങ്ങനെ മേളിൽ കയറി നിൽക്കുക. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ വരുന്നത് കണ്ടപ്പോഴേക്കും എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്, ഈ ഏട്ടത്തേക്ക് ബാക്കിയുള്ള ജീവനും കൂടെ അങ്ങ് എടുക്കാനാണെന്നും ചോദിച്ചുകൊണ്ട് ഈ ജലജയും ജാനകിയും കൂടി നമ്മുടെ നയനയോട് ചോദിക്കുക. അപ്പോൾ ആദർശും നയനെ ഇങ്ങനെ വല്ലാതായിട്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമല്ലേ. ഇവൾ ഒറ്റ ഇതിനൊക്കെ കാരണം ഏട്ടത്തെ ഈ പരുവത്തിലാക്കിയിട്ട് അവൾ ഒന്നും അറിയാത്തതുപോലെ മറ്റുള്ളവരുടെ തലയിലേക്ക് എല്ലാം കെട്ടിവെച്ച് കൊടുക്കാൻ വേണ്ടി നടക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, ഇവൾ ആരുടെയൊക്കെ തലയിൽ എന്തൊക്കെ കെട്ടിവെക്കാൻ നോക്കിയാലും ഇവൾ ആരാണെന്നും എന്താണെന്നും ഇവളുടെ പ്രവൃത്തി എന്താണെന്നും എല്ലാവർക്കും അറിയാം. പിന്നെ വീട്ടിലുള്ളവരെയൊക്കെ ഇവൾ വശീകരിച്ച് എടുക്കാൻ ശ്രമിക്കുന്നത് ഇവളുടെ കുറ്റം മറയ്ക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഡയലോഗുകൾ ഈ രണ്ട് പെണ്ണുങ്ങളും കൂടെ പറയും കേട്ടോ. അതിന് അതിനൊന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ലേ. അപ്പോഴേക്കും ജയനും ആദർശം പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന്, ഒരാളകത്ത് എന്താണ് അവസ്ഥ എന്ന് പോലും അറിയാതെ കിടക്കുക. ആ സമയത്താണ് ഇവിടെ കിടന്നത്. നിനക്കൊക്കെ എങ്ങനെ ഇതിന് മനസ്സ് തോന്നുന്നു എന്ന് പറഞ്ഞു. അല്ലേട്ടാ, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ, ഇനി ഒന്നും നിങ്ങൾ പറയണ്ടെന്നും പറഞ്ഞിങ്ങനെ ജയൻ അന്നേരം പറയുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആദർശന് നയനെ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു. ആദർശം ഇവരോട് നല്ലതാക്കിയതായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ ആദർശ് ജയനോട് ചോദിച്ചു, എന്താ അച്ഛാ പറഞ്ഞേ, എന്താ അമ്മയ്ക്ക് പറ്റിയേ, ഇപ്പം അഭിയ ഞങ്ങളോട് വിവരം പറഞ്ഞേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അല്ലെങ്കിലും അവൻ അങ്ങനെയാ, അവനോട് എന്ത് കാര്യം പറയരുതെന്ന് പറഞ്ഞു അതേ അവൻ പറയുള്ളൂ എന്നും പറഞ്ഞായി. പിന്നെ നമ്മുടെ ജയൻ അവിടെ വെച്ച് പറിച്ചില്ല, കാരണം ജലജക്കിട്ട് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ ഇന്ന് രാവിലെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ ഇത് എത്ര നാൾ മൂടി വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചോണ്ട് അന്നേരത്തേക്കും ജലജ, എൻ്റെ മോൻ പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ ഏട്ടൻ ഇവിടെ എത്തിയതെന്നൊക്കെ ചോദിക്കുക. മതി നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്തായെന്ന് ആദർശ് ചോദിച്ചപ്പോൾ എന്തായെന്നൊന്നും അറിയില്ല, കൃത്യമായ ഒരു ഡീറ്റെയിലും ഡോക്ടർ പറഞ്ഞിട്ടില്ല, സ്കാനിങ് റിപ്പോർട്ടും മറ്റും വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുക. എന്നാലും അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? അതിന് കാരണക്കാരി നീയാണടി. നിന്നോട് വ്രതം നോക്കാനും അതുപോലെ തന്നെ ആദർശിൻ്റെ മുറിയിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് നീ ഏട്ടത്തില്ലാത്ത തക്കം നോക്കി ആദർശിൻ്റെ മുറിയിൽ കയറി താമസം തുടങ്ങിയില്ലേ, അതിൻ്റെയൊക്കെ ശിക്ഷയായി കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനൊക്കെ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞിട്ടാ അവൾ എൻ്റെ മുറിയിലേക്ക് വന്നത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തോന്നിവാസത്തിനൊന്നും അല്ലെന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് അന്നേരം പറയുമ്പോൾ, ആര് പറഞ്ഞാലും അവൾ അത് ചെയ്യാൻ പാടുണ്ടായിരുന്നു. ഇവൾക്കറിയില്ലേ ഏട്ടത്തി ഇവിടെ ആശുപത്രിയിൽ കിടക്കുകയാണെന്ന്, അപ്പോൾ ഏട്ടത്തിയുടെ ജീവൻ അങ്ങ് പൊയ്ക്കോട്ടേന്ന്, അതുകൊണ്ടാണ് ഇവൾ അങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ പറയുമ്പം ജാനകി മതി നിർത്താൻ പറഞ്ഞു ജയൻ. അപ്പോൾ അച്ഛാ ഇനിയിപ്പോൾ എന്താ അച്ഛാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. എന്താണെന്ന് ഡോക്ടർ പറയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ മോനെന്ന് ജയനും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകുക. അതായത് ഡോക്ടറെ കാണാനായിട്ട് പോവുക. ആദർശും അതുപോലെ നയനയും കൂടി അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവളുമാർ രണ്ടും കൂടി നയനയെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ജീവനും കൂടി എടുക്കാൻ വേണ്ടി അവൾ പോകുക, എങ്ങനെ ഇനി ഏട്ടത്തെ കൊല്ലാൻ പറ്റുന്നെന്ന് ഡോക്ടറോട് ചോദിക്കാൻ പോകണമായിരിക്കുമെന്നും പറഞ്ഞു. നിങ്ങളിങ്ങനെ മാന്യതയില്ലാതെ സംസാരിക്കരുത്, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. ആദർശം നയനയും വന്നില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ഏട്ടത്തിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഒരുപാട് നിങ്ങൾ മുഷിയണ്ട എന്നും പറഞ്ഞ് ജയൻ അവരെ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിടുക. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് നാണം കെട്ട് രണ്ടെണ്ണങ്ങളും കൂടെ അങ്ങ് പോയിട്ടോ. ഇവറ്റുകൾ രണ്ടും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പം ജയനാണെങ്കിൽ ICUയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥനയാണ്. ഈ ദേവയാനി ഇപ്പോൾ കാണിക്കുന്നതെല്ലാം അതിൻ്റെ ഭവിഷ്യത്തുകളാണ് ദേവയാനി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാണോ ദേവയാനി തൻ്റെ മരുമകളെ തിരിച്ചറിയുക, അന്നേ ദേവയാനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവിടെ ചിന്തയോടെയൊക്കെ നമ്മുടെ ജയൻ അവിടെ ഇരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴാണ് നയനയും ആദർശം കൂടെ ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആദർശ് വരും ഇരിക്കാൻ പറഞ്ഞു. ഡോക്ടർ എന്താ ഡോക്ടർ പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കാനായിട്ട്, അമ്മയ്ക്ക് എല്ലാം ബെറ്ററായിട്ട് വരുമല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെ, അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നില്ലേ ആദർശ്, ഇൻറ്റേർണൽ ഓർഗൻസിന് മറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷേ അതൊക്കെ മാറി വന്നതായിരുന്നു, കുറേയൊക്കെ ഒരു ബെറ്റർ ആയതായിരുന്നു ബോഡി. പിന്നെ ആ മെഡിസിനോടെല്ലാം പ്രതികരിച്ച് തുടങ്ങിയതും ഒക്കെ ആയിരുന്നു. പെട്ടെന്നാണ് ദേവയാനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്. അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനൊരു വ്യക്തമായൊരു മറുപടി പറയാനായിട്ട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ തിരിച്ചു വരാത്തതാണ് ഈ ഒരു അവസ്ഥ, പക്ഷേ അതെന്തുകൊണ്ട് വന്നു എന്നുള്ളതിന് യാതൊരു ഇതുമില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്കാനിങ് റിപ്പോർട്ടും മറ്റുമൊക്കെ വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പേടിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആദർശ് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം എന്ന് പറയുക. അപ്പോൾ എന്താ ഡോക്ടർ, അപ്പോൾ ഇവർക്ക് ടെൻഷനായി, എന്താ കാര്യം എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ടെൻഷനായി. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അത് പിന്നെ അമ്മയുടെ കരളിന് ചെറിയ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ ഉള്ളിലുള്ള അവയവങ്ങൾക്കൊക്കെ ഒരു പൊള്ളലും കാര്യങ്ങളൊക്കെ ഏൽക്കുമെന്നു, അതുകൊണ്ട് കരളിൻ്റെ ഒരു
80% ഒരു പൊള്ളലേറ്റ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ദേവയാനി ഉള്ളത്. അതുകൊണ്ടാണ് ദേവയാനിക്ക് പെട്ടെന്ന് തന്നെ വയറിന് വേദന അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഞെട്ടി. അയ്യോ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ എന്ന് ചോദിച്ചാൽ ആദർശ് നേരം ടെൻഷനാകും. അതുപോലെ തന്നെ നയനയും. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ, ഇപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിലാണ് വേദന കുറച്ച് ശമിച്ച് നിൽക്കുന്നത്. പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരൾ മാറ്റി വയ്ക്കുക, ഒരു മെയിൻ സർജറി തന്നെ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ഇവർ ഞെട്ടി. അങ്ങനെ ഒരു മെയിൻ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ആപ്റ്റായിട്ടുള്ള ഒരാളെ കിട്ടണം. അതായത് കരൾ മാറ്റി വയ്ക്കാനായി ആപ്റ്റായിട്ടുള്ള ഒരാളെ കിട്ടണമെന്നും മാത്രമല്ല ദേവയാനിയുടെ ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് വളരെ റെയർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഡോണറെ കിട്ടാനായിട്ടും വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമുക്ക് കൈയൊഴിയാൻ പറ്റത്തില്ലല്ലോ ഡോക്ടർ, എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അതിന് പറ്റിയൊരു ഡോണറെ കണ്ടെത്തണം എന്ന് പറഞ്ഞു. അതെ, അത് തന്നെയാണ് വേണ്ടത്. നമുക്കിപ്പോൾ ഡോണറെ കണ്ടെത്തണം, പക്ഷേ അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല ആദർശ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നയനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ദേവയാനിക്ക് വരാൻ ഒരു ചാൻസും ഇല്ലാത്തതാണ്. അപ്പോൾ നയനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡോക്ടറുടെ മുന്നിലിരുന്ന് ആദ്യം ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുമ്പോഴേക്കും അനന്തപുര തറവാട്ടിലെ മൂർത്തി സാർ എന്ന് പറയുന്ന ഒരു മഹാവ്യക്തി നയനയെ പോലെ ഒരു കുട്ടിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ ആവില്ല. അതുമാത്രമല്ല ആ സാറ് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം മറ്റൊരു വാക്ക് നമ്മൾ കൽപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവിടെയാണ് മോളുടെ അമ്മായിമ്മയ്ക്ക് അല്ലെങ്കിൽ ആദർശിൻ്റെ അമ്മയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. എല്ലാവരും കുട്ടിയെ മനസ്സിലാക്കിയിട്ടും അവർ കുട്ടിയെ മനസ്സിലാക്കാത്തതിലാണ് അവരുടെ പരാജയം എന്ന് പറഞ്ഞ് ഡോക്ടറും ഇങ്ങനെ പറയുവാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, അതെ ഡോക്ടർ, ഊണിലും ഉറക്കത്തിൽ എപ്പോഴും അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വഴിപാടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ നയന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബോഡി വീക്കായിട്ട് പോലും ഇപ്പോഴും അതിൽ നിന്നൊന്നും അവൾ മാറാനോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി റെസ്റ്റ് എടുക്കാനോ ഒന്നും അവൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ നയനയെപ്പറ്റി പറയാം. അപ്പോൾ ആദർശ് പറയാതെ തന്നെ നയനയുടെ ആ ഒരു ക്യാരക്ടർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാകും. പക്ഷേ കുട്ടി, അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മളെയും സ്നേഹിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീണ് പോകില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും സാരമില്ല ഡോക്ടർ, അമ്മയ്ക്ക് വേണ്ടിയല്ലേ, അമ്മയ്ക്കൊരു ആപത്തും വരാതെ അമ്മ നല്ല ആരോഗ്യവതിയായിട്ട് വീട്ടിലേക്ക് മടങ്ങി എത്തണം എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ നമ്മൾ എന്താ ഡോക്ടർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ നേരത്തെ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ ഡോണറെ കണ്ടെത്തുക എന്നുള്ളത്. ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രൊസീഡ് ചെയ്യാം എന്നീ ഡോക്ടർ പറഞ്ഞു. അപ്പോഴത്തേക്കും നയന പെട്ടെന്ന്, ഡോക്ടർ എൻ്റെയും അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് അത് ഓക്കെ ആയിരുന്നില്ലേ, മറ്റു ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എൻ്റേതും അമ്മയുടെയും തമ്മിൽ മാച്ചിങ് ആയിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റിയത്, എനിക്ക് അമ്മയ്ക്ക് കരൾ കൊടുക്കാനായിട്ട് സാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആദർശ് ഞെട്ടി ഇങ്ങനെ നയനയെ നോക്കുക. അതുപോലെ തന്നെ ഡോക്ടറും ഞെട്ടലോടെ നയനെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ നയനയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നയന ഞാൻ കൊടുത്തോളാം, ഞാൻ കരൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല കുട്ടി, അതിൻ്റെ പിറകിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്രത്തോളമാണെന്ന് എനിക്കറിയാമെന്ന് ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം മേഡം, കുറേയൊക്കെ കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ കരൾ കൊടുത്തെന്ന് കരുതി എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ അമ്മയെ സഹായിക്കാൻ എനിക്ക് കഴിയുകയുള്ളെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ നയനോട് ആദർശ് പറഞ്ഞു, വേണ്ട നയനെ, അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം തന്നെ നിൻ്റെ ബോഡി ഒരുപാട് വീക്കാണ്, അതിൻ്റെ കൂടെ ഇതും കൂടെ ആയി കഴിയുമ്പോൾ പിന്നെ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. എന്താ ശരിയാകാത്തത് ആദർശേട്ടാ? ഒരു ശരിയാകാത്ത ഇതുമില്ല, ഇതേ ശരിയാവത്തുള്ളൂ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒരു ഡോണറെ കണ്ടെത്തുക, അല്ലെങ്കിൽ അവരെ സമ്മതിപ്പിച്ചെടുക്കുക, എത്ര ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവരതിന് തയ്യാറാകാതിരുന്നാലോ? നമ്മൾക്ക് ഇനി സമയം ഒട്ടും നമ്മുടെ മുന്നിലില്ലല്ലോ. അമ്മയെ ജീവനോടെ പുറത്തേക്ക് കൊണ്ടുവരിക, വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശം മാത്രമല്ലേ നമുക്കുള്ളൂ. അതുകൊണ്ട് ആദർശേട്ടൻ ഇതിന് നോ പറയരുത്, ഡോക്ടർ നോ പറയരുത്. എന്തെല്ലാം സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, ഇത് മാറി വയ്ക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും വരാനില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ഡോക്ടർ ഇത് പറയരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ വരെ നയനയുടെ മുന്നിൽ കൈ കൂപ്പും കേട്ടോ. ഇത്രയ്ക്കൊക്കെ ദ്രോഹം ചെയ്ത അമ്മായിമ്മയ്ക്ക് വേണ്ടി ഇങ്ങനൊരു ത്യാഗം ചെയ്യാൻ നയനയെപ്പോലെ ഒരു കുട്ടിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് ഇങ്ങനെ മനസ്സോടെ സമ്മതിക്കുക. അതിനുശേഷം പിന്നെ ഡോക്ടറും നയനയെപ്പറ്റി ഇങ്ങനെ ആദർശിനോട് പറഞ്ഞു, ഇതുപോലൊരു മരുമകളെ കിട്ടിയ തൻ്റെ അമ്മ ഭാഗ്യവതിയാടും, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ്ടും ഡോക്ടർ ഇങ്ങനെ ആദർശിനോട് പറയാം. അപ്പോൾ അതാണ് ഡോക്ടർ ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ സങ്കടം, അമ്മ ഇങ്ങനെ ഇതൊന്നും മനസ്സിലാക്കാതെ പോകുന്നെന്ന് പറഞ്ഞു. സാരമില്ല, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. പിന്നെ
ഈ കരൾമാറ്റ ശസ്ത്രക്രിയ. അപ്പോൾ മെയിൻ സർജറി ആണല്ലോ. അപ്പോൾ രണ്ടുപേർ ഇതിന് ശേഷം നയന പാലിക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ നയനയ്ക്ക് വരുന്ന ഭവിഷ്യത്തുകൾ ഇതെല്ലാം ഡോക്ടർ വിശദീകരിച്ചു. എന്തെല്ലാം കേട്ടിട്ടും ഏതെല്ലാം കേട്ടിട്ടും തനിക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഉറച്ച ഇതിൽ തന്നെ നമ്മുടെ നയന നിൽക്കുക. അതിനുശേഷം പിന്നെ ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. ഇനിയിപ്പോൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇതിൽ കൊടുക്കാനായിട്ട് എത്രയോ വൈകും തോറും ആ ദേവയാനയുടെ ഗതി അധോഗതി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ ആദർശും നയനയും കൂടി ഇങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ചു. അതിനുശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നയനയും ബാക്കി ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഡോക്ടർ പറയുവാണ്. അപ്പോൾ ഇവർ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ജയൻ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ജയൻ ഡോക്ടർ എന്താ പറഞ്ഞതെന്നുള്ള കാര്യം അറിയാനായിട്ടുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആദർശം നയനയും കൂടെ ഇറങ്ങി ചെന്നു, അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജയൻ ഞെട്ടിപ്പോയിട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെയും അമ്മയ്ക്ക് രക്ഷയ്ക്കായി നയനയാണ് എത്തിയിരിക്കുന്നത്. നയന അമ്മയ്ക്ക് കരൾ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ജയൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് നയനയെ. ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് ദേവയാനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ നയന തയ്യാറായല്ലോ. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോൾ മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ എന്ന് ജയനും പറഞ്ഞു. ആവശ്യമുണ്ട് അച്ഛാ, നമുക്ക് വലുത് നമ്മുടെ അമ്മയല്ലേ. അപ്പോൾ ഈ ഒരു കരൾ ദാനം ചെയ്തത് കൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകില്ല. മോളുടെ ബോഡി ഇപ്പം തന്നെ വീക്കാണ്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു കുഴപ്പമില്ല അച്ഛാ. അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അമ്മ അറിയാതിരുന്നാൽ മതി. ഞാൻ ആണ് അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും അതൊന്നും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതൊന്നും സമ്മതിക്കാനോ പോകുന്നില്ല. അപ്പോൾ അമ്മയുടെ ജീവൻ അതാണ് നമുക്ക് പ്രധാനമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ നയനയും മറ്റു ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവാട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആദർശം നയനയും കൂടി ഇതുപോലൊരു 10 മാറ്റു പനിമകളെ കയ്യിൽ കിട്ടിയിട്ടാണല്ലോടാ നിൻ്റെ അമ്മ ഇതൊന്നും തിരിച്ചറിയാതെ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാനാ അച്ഛാന്ന് ചോദിച്ചു ആദർശം. ഇതുപോലെ മനസ്സിൽ നന്മ നിറഞ്ഞൊരു മകളെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്നൊക്കെ പറയുവാണ്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആദർശും അതുപോലെ ജയനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അമ്മയെ ഞാനൊന്ന് കയറി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ കയറി ചെല്ലുമ്പോഴും അയാൾക്ക് നിന്നോട് ദേഷ്യമൊക്കെ തന്നെയായിരിക്കും. നല്ലതൊന്നും അയാളുടെ നാവിൽ നിന്നും നീ പ്രതീക്ഷിക്കണ്ട എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാം അച്ഛാ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയെ കാണാനായിട്ട് പോകുന്നതെന്നും മകൻ ഇങ്ങനെ പറയുവാണ്. അതും പറഞ്ഞ് ആദർശ് അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് നമ്മുടെ ജയനാണെങ്കിലോ അവിടെ വിഷമിച്ചിരിക്കുക നയനയെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്. അങ്ങനെ നയന ആ ഒരു വലിയ ത്യാഗം തന്നെ ചെയ്യാൻ തയ്യാറായില്ല. അത് ആരോടും ചോദിക്കാതെ തൻ്റെ സ്വയം തീരുമാനത്തിലാണ് നയന തീരുമാനം എടുത്തത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മുടെ ആദർശ മുറിയിലേക്ക്, അതായത് ദേവയാനിയുടെ മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ കിടക്കുക. നീ വന്നോ എന്ന് ചോദിച്ചു. അമ്മ നിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാരമായി നിനക്ക് മാറിയിരിക്കുകയായിരുന്നു. അപ്പോഴും അഹങ്കാരത്തിനൊരു കുറവില്ല ദേവയാനിക്ക്. പിടിച്ച് ഭിത്തിയാൽ ഉറയ്ക്കാൻ തോന്നുന്നു വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അമ്മ നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു ഭാരമായിരുന്നു. എന്തായാലും ഇനി നിൻ്റെ ജീവിതത്തിൽ ഒരു ഭാരമായിട്ട് അമ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് ആദർശം നേരം ചോദിച്ചു. നിൻ്റെ ജീവിതത്തിൽ എൻ്റെ പാർട്ട് കഴിഞ്ഞൂന്ന്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒന്നും കാണാനും കേൾക്കാനുമായിട്ട് ഞാൻ ഉണ്ടാവില്ല. അതോർത്ത് നീ സങ്കടപ്പെടണ്ട. ഇനിയിപ്പോൾ അമ്മയുടെയും ഭാര്യയുടെയും നടുവിൽ കിടന്ന് നിനക്ക് സമാധാനക്കേട് അനുഭവിക്കേണ്ടി വരില്ല എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ ഭാര്യയൊത്ത് സന്തോഷമായിട്ട് ജീവിക്കാം. അമ്മയെ ഈ ഗതിയിലാക്കിയ ഭാര്യയെ തന്നെ ചേർത്ത് പിടിച്ച് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഇനി നിൻ്റെ അമ്മ അനന്തപുരി തറവാട്ടിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ മനസ്സിനെ കുത്തി നോവിക്കുന്ന രീതിയിൽ ഈ ദേവയാനി സംസാരിക്കുക. അമ്മ ഇങ്ങനെയൊന്നും പറയരുത്, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് ആരെ കിട്ടിയിട്ട് എന്താ കാര്യം? അതൊന്നും ചെയ്യണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. കാരണം ഞാൻ ഇവിടെ നിന്ന് ജീവനോടെ വന്നാലും കാണേണ്ടത് നിൻ്റെ ഭാര്യയുടെ മുഖമാണ്. അവൾ ഇനിയും എന്നെ കൊല്ലാൻ ശ്രമിക്കും, അതിന് യാതൊരു സംശയമില്ലെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുക. ഈ ദേവയാനി ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത നുണയും അതുപോലെ മനസ്സിനെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിച്ചു മേടിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അങ്ങനെ ദേവയാനിയുടെ മുന്നിൽ നിന്നിങ്ങനെ ആദർശ് ഉരുകുവാണ്. ഇത് പറയാനും പറ്റുന്നില്ല. അപ്പോൾ ആദർശ് പറഞ്ഞു, അമ്മ ഇപ്പം നയനയെ കുറ്റപ്പെടുത്തുന്നത് തെറ്റിദ്ധാരണകളുടെ പുറത്താണെന്ന് പറയുമ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണയില്ല, എനിക്കെല്ലാം ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ. അവളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല എന്നും പറഞ്ഞു. പക്ഷെ അമ്മ ഇന്ന് ഈ പറയുന്ന നാവ് കൊണ്ട്, അതായത് നയനയെ ഇന്ന് കുറ്റപ്പെടുത്തുന്ന നാവ് കൊണ്ട് അമ്മ ഇത് തിരുത്തി പറഞ്ഞിരിക്കും അമ്മേ. ഇല്ലെങ്കിൽ അയ്യപ്പസ്വാമി അമ്മയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുമെന്ന് ആദർശൻ ദേവയാനോട് സഹി ഇട്ട് കഴിയുമ്പോൾ പറയുക. അവൾ ചെയ്തതിനുള്ളതാടാ ഞാൻ ഈ അനുഭവിക്കുന്നത്. എന്നിട്ടും എൻ്റെ മുന്നിൽ നിന്ന് അവളെ ന്യായീകരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നടാ? പോടാ എൻ്റെ മുന്നിൽ നിന്ന്. അവളെ ന്യായീകരിക്കുന്നവരാരും എന്നെ കാണാനോ എൻ്റെ അടുത്ത് വരികയോ ചെയ്യണ്ട. എനിക്ക് അവരെ ആരെയും കാണണ്ടെന്നും പറഞ്ഞ് വീണ്ടും തോന്നിയ വർത്താനവും പറഞ്ഞ് ഇങ്ങനെ അവിടെ കിടക്കുന്നു. ആദർശ് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ നയനെ അവിടെ
ഓപ്പറേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കയറ്റുകയാണ്. അതുപോലെ തന്നെ ദേവയാനിയെയും ഒരുക്കുന്നു ഓപ്പറേഷൻ നടത്താനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ട് എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.